നീ നേരത്തെ എഴുന്നേറ്റോ? വിളിച്ച പിന്നെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റോ? ആര് വിളിച്ചു? നന്ദിനി. അതെന്താ നിന്നെ വിളിച്ചത്? അത് അവളോട് പോയി ചോദിക്കും. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അല്ല, പോകുന്നു പറയാൻ വേണ്ടി വിളിച്ചതാ. പോകുന്നോ? എങ്ങോട്ട്? അവൾ അവളുടെ വീട്ടിൽ പോയി. അതെന്തൊരു പോക്കാ, നമ്മളോട് ആരോടും പറയാതെ? ഗിരി, നിന്നോട് അവള് പറഞ്ഞിരുന്നോ? ഇല്ല. ഓ, അപ്പൊ പിണങ്ങിപ്പോയതല്ലേ? അത് പിന്നെ ഉറപ്പല്ലേ. അവളെ പഠിപ്പും വിവരമുള്ള കുട്ടിയാ. അവൾക്കാരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാരെന്ത് പറഞ്ഞു എന്നാ? എന്നോട് ചാടിക്കടിക്കാൻ വരണ്ട. അവള് പറഞ്ഞ കാര്യം ഞാൻ അറിയിച്ചു, അത്രേ ഉള്ളൂ. പോകുന്നൊരു പോട്ടെ. ഞാൻ പോയി വിളിക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇപ്പൊ സമാധാനമായല്ലോ അല്ലേ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾക്ക് ഇത്രയും വശം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും. നീ ഇത്ര മണ്ടിയായി പോയല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഉടനെ ഇറങ്ങി വരുവാണോ ചെയ്യേണ്ടത്? ഇടി, ഭർത്താവിന്റെ വീടും ആ വീട്ടിലെ അധികാരവും പിടിച്ചടക്കുന്നതിലാ ഒരു പെണ്ണ് മിടുക്ക് കാണിക്കേണ്ടത്. എന്നെ ഗിരിയേട്ടന് വിശ്വാസമില്ല. അതിനേക്കാളും വിശ്വാസം ആ തടിച്ചിയാ. അത് ആരുടെ കുഴപ്പം? നിന്റെ കുഴപ്പം. ആണുങ്ങളെ വശീകരിക്കാൻ നല്ല കഴിവുള്ളവളായിരുന്നല്ലോ നീ. ആ കഴിവൊക്കെ ഇപ്പൊ എവിടെ പോയി? പഴയ കാമുകൻ ഒരുത്ത് നിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടല്ലോ. അവനെ പണ്ട് പ്രേമോ സ്നേഹോ എന്നൊക്കെ പറഞ്ഞ് ഒരു വാലാട്ടി പട്ടിയെ പോലെ കൊണ്ടു നടന്നതിന്റെ പകുതി കഴിവ് മതിയല്ലോ ഗിരിയെ പോലൊരുത്തനെ കയ്യിലെടുക്കാൻ. മനസ്സമാധാനത്തിന് വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ സമാധാനം ഇല്ലെന്ന് പറഞ്ഞോ? സമാധാനം കിട്ടും. എന്റെ മോള് ചെറിയമ്മ പറയുന്നത് അനുസരിക്കണം. മരിച്ചുപോയ കാരണവന്മാരെ ചെയ്ത സുഹൃതം കൊണ്ടാ ഗിരിയെ പോലൊരു ചെക്കനെ മോൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. ആ ബന്ധം നിലനിർത്തേണ്ടത് മറ്റാരെക്കാളും ഇപ്പൊ നമ്മുടെ ആവശ്യം. തകർത്ത് കളയാൻ എളുപ്പമാ, കെട്ടി ഉയർത്താനാ പാട്. ഞാൻ ആ വീട്ടിലൊരു അടിമയെ പോലെ കഴിയണമെന്നാണോ ചെറിയമ്മ പറയുന്നേ? എന്നല്ല, അടിമയാണെന്ന് അവർക്ക് തോന്നണം. എന്നാ നീ യജമാനത്തിയായിരിക്കേം വേണം. ചരട് എപ്പോഴും നിന്റെ കയ്യിലിരിക്കണം. അതൊക്കെ എനിക്ക് പറ്റും. പക്ഷെ ജയനെ ഞാൻ എന്ത് ചെയ്യും? ആ ഒറ്റ ഒരുത്തൻ കാരണോ എനിക്ക് ഈ ദുരിതം മുഴുവൻ സഹിക്കേണ്ടി വരുന്നത്. പോലീസിൽ പരാതി കൊടുക്കാന്ന് വെച്ചാ അതെല്ലാവരും അറിയും. ഗിരിയുടെയും ഗിരിയുടെ വീട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടും. ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടാന്ന് വെച്ചാ അതിന് പറ്റിയ ആളുകൾ നമ്മുടെ ഭാഗത്തില്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായത്. അശ്രദ്ധ കാണിച്ച എല്ലാം തകരും അതോടെ. ആ സ്വാതിയാ എന്റെ ശത്രു. അവൾ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? എന്നാലല്ലേ നിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നിന്നെ അവൾക്ക് ജയിക്കാൻ പറ്റൂ. എടി, അവള് ബുദ്ധിയുള്ളവളാ. അതുകൊണ്ടാ നിന്നെ പെടുത്താൻ അവള് നോക്കുന്നത്. അവളുടെ കെണിയിൽ നീ വീഴരുത്. പകരം അവളെ നീ കെണിയിലാക്കണം. സാധിക്കുന്നു തോന്നുന്നില്ല. ഗിരിയേട്ടനടക്കം അവളുടെ പക്ഷത്താ. അത് നീ ഇല്ലാതാക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നീ അവിടെ വേണം. അതുകൊണ്ട് എന്റെ പൊന്നു മോള് തിരിച്ചുപോ. പറ്റില്ല. അവരാരെങ്കിലും വിളിക്കാൻ വരുമോ നോക്കട്ടെ. അല്ലാതെ കയറിച്ചെന്നാ എന്റെ വില പോവും. നിനക്കെന്ത് വിലയാ ഉള്ളത്? കുടിച്ചു ചത്തുപോയ ഒരു തന്തയുടെ മോള്, അത് മറക്കരുത്. വൃത്തികെട്ടൊരു സ്ത്രീ എന്റെ രണ്ടാം അമ്മയായിട്ടും ഉണ്ട്. അതും ഞാൻ മറക്കില്ല. ഒരുത്തം കെട്ടവള് ഗതി പിടിക്കുന്നത് എങ്ങനെയാ? ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്താൻ വന്നായിരിക്കും അല്ലേ? അതൊക്കെ എന്തിനാ ജയൻ അറിയുന്നത്? ജയന്റെ ആവശ്യം നടന്നില്ലേ? ഇനി ഞാൻ പുഷ്പാഞ്ജലി നടത്തിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? എന്റെ എന്താവശ്യം നടന്നു? നീ തന്ന സ്വർണം ഞാൻ വിറ്റു. അത് വിറ്റ് കിട്ടിയ തുക ഞാൻ ഉദ്ദേശിച്ച അത്രയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇടപാട് അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട. കുറച്ചും കൂടി കാശ് കിട്ടിയാലേ ഞാൻ പോവും. എന്റെ കയ്യിൽ ഇനി തരാൻ കാശില്ല. ഇപ്പൊ തന്നെ ഈ തന്നതിന്റെ പേരിൽ ഞാൻ വീടിന്റെ പുറത്താ. ഇനി 1 രൂപ പോലും കിട്ടുന്ന ജയം പ്രതീക്ഷിക്കണ്ട.
അങ്ങനെ അറുത്ത് മുറിച്ചതുപോലെ പറയല്ലേ നന്ദിനി. പണ്ട് നിന്റെ സങ്കടം മുഴുവൻ നീ എന്നോടല്ലേ പറയാറുണ്ടായിരുന്നെ. ഇപ്പൊ ഞാനത് തിരിച്ചു ചെയ്യുന്നു. എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് വേറെ ആരാ ഉള്ളേ? കാശ് തരാൻ പറ്റില്ല. നീ തരും. തന്നില്ലെങ്കിൽ നിനക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാം. ആ മണ്ടത്തരം കാണിക്കാൻ ബുദ്ധിയുള്ള നീ എന്തായാലും തയ്യാറാവില്ല. നീ തരും. ജയ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കും. ആ സ്വർണം കാണാതായത് വീട്ടില് പ്രശ്നമായി. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഞാൻ മൈസൂർക്ക് തന്നെ തിരിച്ചു പൊക്കോളാം. ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. പക്ഷെ കാശ് വേണം. ഞാൻ തന്നല്ലോ. അത് പോരാ. എനിക്ക് അവിടെ ഒരു ബിസിനസ് ഇടണം. ഒന്നുമില്ലെങ്കിലും പണക്കാരിയായ നിന്റെ കാമുകനായിരുന്നില്ലേ ഞാൻ. ആ അന്തസ്സെങ്കിലും എനിക്ക് കാണിക്കണം. തർക്കത്തിനോ വഴക്കിനോ ഒന്നും ഞാനില്ല. നീ പോയി ശരിക്കൊന്ന് ആലോചിക്ക്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് അപ്പം മനസ്സിലാവും. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടോടെ ജയ. എന്തിനാ എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നേ? ഞാൻ നിന്റെ അല്ല, നീ എന്റെ ജീവിതം തകർത്തത്. എനിക്ക് വേണമെങ്കിൽ ഞാനും നീയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്ന് നിന്റെ ഭർത്താവിനെ കണ്ട് പറയാം. അപ്പൊ അയാൾ ചോദിക്കും സത്യമാണോന്ന്. ഞാനപ്പോ നമ്മൾ തമ്മിലുള്ള കുറെ ഫോട്ടോസ് അങ്ങ് കാണിക്കും. അതോടെ അയാളുടെ മനസ്സ് മാറിക്കോളും. നിന്നോടുള്ള താല്പര്യവും പോവും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. ചെയ്യാതിരിക്കാൻ വേണ്ടിയാ കാശ് ചോദിക്കുന്നത്. ഞാനൊരു ക്രൂരനൊന്നും അല്ല നന്ദിനി. കണ്ണീ ചോരയില്ലാത്തവനും അല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ചെയ്തില്ല, ചെയ്യേയില്ല. പക്ഷെ ഞാൻ കാണിച്ച മാന്യത നീ തിരിച്ചും കാണിക്കണം. പോയിരുന്ന് സമാധാനത്തോടെ ആലോചിക്കും. അപ്പൊ എന്തെങ്കിലും വഴി തെളിയും. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണല്ലേ? നിനക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. എനിക്ക് എന്റെ കാര്യം നടക്കണം, അത്രമാത്രം. ആരോടും ഒന്നും പറയാതെ പോകുന്നത് തീരെ ശരിയായില്ല. നന്ദിനിയിൽ നിന്നും ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ വിശ്വാസമില്ലാത്ത വീട്ടില് ഞാനെന്തിനാ നിൽക്കുന്നേ? സത്യം എന്താണെന്ന് നിനക്കറിയാം, അതെനിക്കും അറിയാം. വെറുതെ തർക്കം വേണ്ട. എന്തുണ്ടെങ്കിലും വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്നവളാ നല്ല കുടുംബിനി. നന്ദിനിയെ അങ്ങനെ ഒരാളായി കാണാനാ എനിക്കിഷ്ടം. സ്വാതി വന്നത് നിന്നെ തിരിച്ചു കൊണ്ടുപോവാനാ മോളെ. ഞാൻ പറഞ്ഞില്ലേ സ്വാതി വരൂന്ന്. മോൾ എതിർപ്പൊന്നും പറയാതെ സ്വാതിയുടെ കൂടെ ചെല്ലാൻ നോക്ക്. ഞാൻ പോവാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു CID പോലെ എന്റെ പിറകെ നടക്കരുത്. എനിക്ക് എന്റേതായിട്ടുള്ള പല രഹസ്യങ്ങളും കാണും. അതിലൊന്നും ഇടപെടാൻ വരരുത്. സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ കൂടെ വരാം. നിന്റെ പുറകെ CID പോലെ ഞാൻ വരാതിരിക്കാം. പക്ഷേ മറിച്ചൊരു ഉറപ്പ് നീ എനിക്ക് തരണം. നാളെ നിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. നിനക്കുണ്ടാവുന്ന കുഴപ്പം കൊണ്ട് ഗിരിയുടെ ജീവിതം തകരാൻ പാടില്ല. പിന്നെ രഹസ്യങ്ങളൊക്കെ ആവാം. അത് പക്ഷേ സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലാവരുത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞില്ലേ? അവള് ശ്രദ്ധിച്ചോളും. ചെറിയമ്മേ, ഈ കൈയുടെ വണ്ണം കണ്ടോ? ഇതെന്തിനാ ദൈവം എനിക്ക് തന്നിരിക്കുന്നെന്നറിയോ? ഇതേപോലെ അഹങ്കരിക്കുന്നവരുടെ കൊമ്പൊടിച്ചു കളയാനാ. ഞാനത് ചെയ്യാത്തത് പേടിച്ചിട്ടൊന്നും അല്ല. ഇപ്പൊ അതിന് സമയമായിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ടാ. എന്നോട് പലവട്ടം ഏട്ടനും ഗിരിയും മാറി മാറി ചോദിച്ചതാ ഈ കേസ് ശരിയാവോന്ന്. ഞാനാ വാശി പിടിച്ചത് ഇത് മതിയെന്ന്. അതിനുള്ള ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്നേ വലിയൊരു പാഠം ഞാൻ പഠിച്ചു. ഒരാളെയും സഹായിക്കാൻ പോകരുത്. പോയാ നമ്മുടെ മനസമാധാനമായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. വാ, നമുക്ക് പോവാം. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക. ചെല്ല് മോളെ, സ്വാതിയല്ലേ വിളിക്കുന്നേ, ചെല്ല്. ബാഗ് എടുക്കാൻ പോയതാ, ഇപ്പൊ വരും. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളെങ്കിലും പറ ആ ആൾ ആരാണെന്ന്. എന്തിനാ അയാൾ നന്ദിനിയുടെ പുറകെ നടക്കുന്നത്? എന്തിനാ നന്ദിനി അയാളെ പേടിക്കുന്നത്? എനിക്കറിയില്ല മോളെ. അറിയാമെങ്കിൽ ഞാൻ പറയില്ലേ.
മോള് പേടിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്. വളർത്തിയതിന്റെ മഹത്വം ഒന്നും എന്റെ അടുത്ത് പറയണ്ട, അതെനിക്ക് മനസ്സിലായി. പോട്ടെ ഷെറിമേ. ശരി. ഒന്നവിടെ നിന്നേ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയാനുള്ളത് മുഴുവൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിരി. അത് പോരാ, ഞാനൊരു ഭർത്താവാണല്ലോ. എന്നോട് പറയാതെയല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത്. ഏട്ടത്തി എന്ന് വിളിച്ചതുകൊണ്ട് വന്നു, അല്ലായിരുന്നെങ്കിലോ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ വിധത്തിൽ പെരുമാറുന്നൊരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായിട്ട് ആവശ്യമില്ല. ഓ, അപ്പൊ എല്ലാരും കൂടി എന്നെ കളിയാക്കിയതാണല്ലേ? നന്ദിനി, ഞാൻ എന്താ വരുമ്പോ പറഞ്ഞത്? ഇവിടെ ആരെന്ത് പറഞ്ഞാലും മറുത്തൊരു അക്ഷരം പറയരുതെന്നല്ലേ? എന്നിട്ടെന്താ അത് പാലിക്കാൻ ഇത്ര മടി? പിന്നെ നന്ദിനിക്ക് പറയാനുള്ളത് പറയണ്ടേ? നീ പറഞ്ഞോ. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ ഗൗരി. മതി പറഞ്ഞതും വിസ്തരിച്ചതും. അച്ഛനോട് ഇല്ലാതിരുന്നത് നന്നായി. നന്ദിനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്തത് മോശമായിപ്പോയി. ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കാതെ അകത്ത് കയറി പോകാൻ നോക്ക്. നിന്നെ എന്റെ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. ഇനി ഇതുപോലെ ഇറങ്ങി പോവോ ഇല്ലയോ? വ്യക്തമായ മറുപടി പറയാതെ അകത്തേക്ക് പോകണ്ട. എന്തിനാ നന്ദിനി മടിച്ചു നിൽക്കുന്നത്? ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. ഏട്ടത്തിയൊന്നും മിണ്ടാതിരുന്നേ. ഇവള് പറയട്ടെ. ഇനി ഇറങ്ങിപ്പോവില്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഇപ്പൊ ചെയ്തതിന് സോറി പറ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഗിരി. ചെയ്തത് തെറ്റായി പോയെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെന്താ പ്രശ്നം? വേദയുടെ കാര്യത്തിലെ ഇങ്ങനെ വഴങ്ങി കൊടുത്തിട്ടാ നമ്മുടെ അമ്മയെ കൊന്നിട്ട് അവള് ജയിലിൽ പോയത്. അതുപോലൊരു ദുരന്തം ആവർത്തിക്കാനേ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവള് സോറി പറഞ്ഞേ പറ്റൂ. പറഞ്ഞേക്ക് നന്ദിനി. അതിൽ യാതൊരു നാണക്കേടും വിചാരിക്കണ്ട. വേറെ ആരോടും അല്ലല്ലോ, സ്വന്തം ഭർത്താവിനോടല്ലേ. എന്നാലും സോറി സോറി തന്നെയാണല്ലോ. ഗൗരി, ഓ, ഞാൻ മിണ്ടുന്നില്ല. ഞാൻ കാരണം ഇനി ആരുടെ മാപ്പ് പറിച്ചിട്ട് മുടങ്ങണ്ട. സോറി. ഇനി അകത്തേക്ക് കയറിപ്പോ. ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല എഴുതി. വിട്ടാലേ തലേ കയറി നിരങ്ങും. എന്നാലും സോറി പറയിക്കണ്ടായിരുന്നു. അതെ അതെ, നിവൃത്തിക്കേടുകൊണ്ട് അവള് പറഞ്ഞത്. പക്ഷെ മനസ്സിൽ പ്രതികാരം കാണും. നോക്കിക്കോ, സമയം വരുമ്പോ അത് പുറത്തു വരും. ഇപ്പൊ ജയിച്ചവര് അന്ന് തോൽക്കുന്നത് എല്ലാവർക്കും കാണാം. ആലോചിച്ചോ? ആലോചിക്കാനൊന്നുമില്ല, ഞാൻ പോകുന്നില്ല. രാജീവിന് നീ അവിടെ ചെന്ന് നിൽക്കുന്ന ഇഷ്ടം. അവിടെ ചെന്ന് ആ സ്ത്രീ എനിക്കൊരു മിനിറ്റ് പോലും സമാധാനം തരില്ല. നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഗൗരി. നീ രാജീവിനെ ഇഷ്ടപ്പെടുന്ന പോലെ രാജീവിന്റെ അമ്മയെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മുതല്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നിങ്ങൾ രണ്ടുപേരെ എന്നെ ഉപദേശിക്കുന്നത്? അതെ, ഒരു നരകവാ. അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും നീ പറയണ്ട. ഇവിടെ നിന്നാലല്ലേ എനിക്കെതിരെ നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നല്ല ഉദ്ദേശത്തോടെ അല്ല നീ ഇവിടെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും ഇവിടെ വിട്ട് ഞാൻ പോകത്തില്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഗൗരി താമസിക്കേണ്ടത്? അതൊരു വീടാണെങ്കിലല്ലേ? പറഞ്ഞു തന്നെ പിന്നെയും പിന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല. ഇനി ഞാനിവിടുന്ന് മാറണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മാറിക്കോളാം.
പക്ഷേ അപ്പോഴും ആ വീട്ടിലേക്ക് പോകുന്ന ഒരാളും കരുതണ്ട. ഇവിടെ ഒരുപാട് ഹോസ്റ്റലുകളുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് എവിടേക്കെങ്കിലും മാറിക്കോളാം. ഇതിന്റെ പേര് വാശിന്ന്. വാശി കൊണ്ട് അവസാനം നേടുന്ന എന്താണെന്നറിയോ? അറിയാം, കൂടി വന്ന ഡിവോഴ്സ്. അത്രയല്ലേ സംഭവിക്കൂ? അപ്പം നിനക്ക് അറിയാം. ആ അറിയാം. ഞാൻ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. ഇനി എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. രാജീവ്, അയാൾക്ക് അങ്ങനെയാണെങ്കിൽ കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാ പറയുന്നത്. എടുക്കട്ടെന്നേ, ഞാൻ പറഞ്ഞല്ലോ, പിരിയാൻ വരെ തയ്യാറായിട്ട് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്കിനി ആ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും സ്വാതി? പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. ഇനിയെല്ലാം വിധി പോലെ വരട്ടെ. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. നന്ദിനിയുടെ വീടല്ലേ ഇത്? അതെ, ആരാ? നന്ദിനി ഒന്ന് വിളിക്കാവോ? നിങ്ങൾ ആരാണെന്ന് പറയേ. അത് നന്ദിനിക്കറിയാം. ആ എന്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ആളാ. എന്നെ കാണാൻ വന്നതാ. അകത്തേക്ക് വരൂ. വേണ്ട, പുറത്തു നിന്ന് സംസാരിക്കാം. എനിക്ക് ഉടനെ പോണം. എന്ത് തിരക്കുണ്ടെങ്കിലും അകത്ത് കയറിയിരുന്ന് സംസാരിക്കാലോ. അതല്ലേ മാന്യത. ഏയ്, എനിക്ക് പോവാൻ തിരക്കുണ്ട്. നന്ദിനി, ഒരു മിനിറ്റ്. എന്റെ ജീവിതം തകർക്കണം എന്നുള്ള വാശിയിലല്ലേ? എനിക്ക് പണം വേണം. ഞാൻ തന്നല്ലോ. അതുപോരാ. ജയ, എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. ചേച്ചിക്ക് ഇപ്പോഴേ സംശയമുണ്ട്. എന്തിനാ എന്നെ ദ്രോഹിക്കുന്നേ? അതിനുള്ള ഉത്തരം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. എനിക്ക് കാശാണ് വേണ്ടത്. അത് തരാൻ നീ വിചാരിച്ചാൽ സാധിക്കും. എന്റെ കയ്യിലില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഈ നഗരത്തിലെ ഏറ്റവും സമ്പന്നമായ വീട്ടിലാണ് നീ ഇപ്പൊ താമസിക്കുന്നത്. നീ മനസ്സ് വെച്ച എന്റെ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. മതി, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അധികം വൈകരുത്. ഇപ്പൊ പോ. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഇനി ഒരു തവണ കൂടി എന്നെ ഇവിടേക്ക് വരുത്തരുത്. വരുത്തിയാ അത് നിനക്ക് നല്ലതല്ല ഉണ്ടാക്കുക. തിരക്കുള്ള ആള് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് അയാളുടെ കല്യാണം. അത് പറയാൻ വേണ്ടി വന്നതാ. നുണ. അതല്ല അയാള് പറഞ്ഞത്. നീ എന്നീന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. മറ്റൊരാൾ അറിയാൻ പാടില്ലാത്തതായിരിക്കുമല്ലോ മറച്ചു വെക്കുന്നത്. എന്നെ നിനക്ക് വിശ്വസിക്കാം. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അയാളുമായിട്ടുള്ള പ്രശ്നം എന്താന്ന് എന്നോട് പറയാ. അയാൾ ശരിക്കും നിന്റെ ആരാ? പറഞ്ഞില്ലേ, കൂടെ പഠിച്ച ആളാ. മറ്റൊരു ബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? ഇല്ല. നുണ പറയരുത്. ചേട്ടത്തിയാര പോലീസോ? എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. നിന്നെ സഹായിക്കാനാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നാളെ ഗിരിയൊക്കെ അറിയും. അതിനു മുമ്പ് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. പക്ഷെ നീ സഹകരിക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കേൾക്കാനുമില്ല. മേലാൽ ഇതും പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ വരരുത്. എനിക്കതിഷ്ടമല്ല.
എന്താണ് ഒരു മൂഡ് ഓഫ്? നമ്മുടെ ഈ കല്യാണം നടത്തണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അർഹതയില്ലാത്തൊരു ജീവിത എനിക്ക് കിട്ടിയത്. എടി, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട ഗിരേട്ടൻ അത് ചെയ്തു തരോ? എന്താ? എനിക്ക് 1 ലക്ഷം രൂപ തരൂ. 1 ലക്ഷോ? എനിക്കല്ല, ചെറിയമ്മയ്ക്കാ. പണ്ടുണ്ടാക്കിയ കട. കടങ്ങളൊക്കെ തീർന്നതാണല്ലോ. ഇതൊരു തമിഴന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അയാള് കുറെ കാലം പലിശയൊന്നും വാങ്ങാൻ വരില്ലായിരുന്നു. അയാള് മരിച്ചുപോയി കാണുന്ന ചെറിയമ്മ വിശ്വസിച്ചു. പക്ഷെ അയാള് വന്നു. 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ എനിക്കത് ഓഫീസിൽ നിന്ന് മേടിക്കേണ്ടി വരും. ഇനി ഒരിക്കലും ഞാൻ ഗിരേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. നിന്റെ ചെറിയമ്മ ആള് കൊള്ളാലോ. നിന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് എത്ര രൂപ അവർ അടിച്ചു മാറ്റിയത്? എന്ത് ചെയ്യണ ഗിരേട്ടാ, എന്നെ വളർത്തി വലുതാക്കിയ സ്ത്രീയായി പോയില്ലേ. വന്ന് സങ്കടം പറയാൻ ഞാനല്ലാതെ വേറെ ആരാ ചെറിയമ്മയ്ക്കുള്ളത്?